അപ്പം ഞാൻ എഴുതിയതൊക്കെ വായിക്കണോ നിങ്ങൾ? അതിന് നല്ലത്. എഴുത്തുകാർക്ക് അതല്ലേ ആഗ്രഹം, ആൾക്കാർ വായിക്കണം എന്ന്. വായിച്ചു നോക്കിയോ? പറയൂ, എന്താ ചോദ്യം? അല്ല, വായിച്ചപ്പോൾ സ്റ്റേറ്റിന്റെ ഈ ഒരു സംരംഭങ്ങളെ അങ്ങ് പ്രകീർത്തിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. 3 ലക്ഷം സംരംഭങ്ങൾ എന്നുള്ളത് നേരത്തെ പ്രതിപക്ഷം നിയമസഭയിലടക്കം പൊളിച്ച ഒരു വാദമായിരുന്നു. അപ്പോൾ അതിന് വീണ്ടും അവർക്ക് ബലം കിട്ടുന്നു. അല്ലല്ല, ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ മോശകാര്യങ്ങൾ ചെയ്താൽ അവരെ ആക്ഷേപിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കാനും അതിനെ ചൂണ്ടിക്കാണിക്കാനും തയ്യാറായ ഒരു വ്യക്തി. അതാണ് എൻ്റെ രീതി, നിങ്ങൾക്കറിയാം. ഇത് ഞാൻ ആദ്യം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് വായിക്കുമ്പോഴാണ് ഞെട്ടിയിട്ടത് കണ്ടത്. ഇത് സർക്കാരിൻ്റെ ഒരു ഹാൻഡ് ഔട്ട് ആയിട്ടല്ല ഞാൻ കണ്ടത്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നോക്കിയിട്ടും ഈ സ്റ്റാർട്ടപ്സിൻ്റെ വാല്യുവേഷൻ നോക്കിയിട്ടും ഹഡൽ ഗ്ലോബൽ തിരുവനന്തപുരത്ത് ബീച്ചിൽ സംഭവിച്ചപ്പോൾ അവിടെ പങ്കെടുത്തിട്ടും ഇതെല്ലാം കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു നല്ല കാര്യമാണ്. പക്ഷേ ആർട്ടിക്കിളിൻ്റെ അവസാനം ഞാൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ രീതിയിൽ കേരളം മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട്. നിങ്ങൾ ഒരു പക്ഷേ എൻ്റെ പ്രഭാഷണം ഓർമ്മയുണ്ടാവില്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ മാനിഫെസ്റ്റോ കമ്മിറ്റിയിൽ നേതൃത്വം നടത്തുമ്പോൾ ഞാൻ പ്രസംഗിച്ച് പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ്, സ്റ്റാർട്ടപ്സ് അത്യാവശ്യമാണ്, ഓൺട്രപ്രനർഷിപ്പ് അത്യാവശ്യമാണ്. ഇതെല്ലാം ഈ LDF സർക്കാരിന് ചെയ്യാൻ കഴിവില്ല എന്നാണ് ഞാൻ ആ കാലത്ത് വിചാരിച്ചത്. അതുമാത്രമല്ല, നമ്മൾക്ക് 2 വർഷം മുമ്പ് വരെ കേരളം ഇന്ത്യയുടെ 29 സംസ്ഥാനത്തിൽ 28ാമത്തെ സ്ഥാനം ഒരു വർഷവും, അതിന് മുമ്പിൽ 28 സംസ്ഥാന റാങ്കിങ് ഉണ്ടായിരിക്കുമ്പോൾ 26ാമത്തെ സ്ഥാനവുമായിരുന്നു കേരളം. അപ്പോൾ അതിൽ നിന്ന് പോയി ചാടിയിട്ട് 1ാം സ്ഥാനം എത്തുന്നത് അതിനെ നമ്മൾ കണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് എൻ്റെ വിശ്വാസം. നമ്മൾ അഥവാ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സീരിയസ് ആണെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചില കാര്യങ്ങൾ കാണണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കേരളക്കാർ രാഷ്ട്രീയം കൂടുതൽ കണ്ടിട്ടുണ്ട്, വികസനം കണ്ടത് പോരാ. വികസനം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെല്ലാറ്റിലും ഒരേ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകണം. അപ്പം ഞാൻ പറഞ്ഞ കുറേ വർഷങ്ങളായി ആവശ്യപ്പെട്ട ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് ഈ 1.5 വർഷം 18 മാസത്തിൻ്റെ കഥയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ 18 മാസത്തിൽ സർക്കാർ ഇതെല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തപ്പ് കൂട്ടിയിട്ട് പറയുന്നു ഇതുപോലെ പോകണം. പക്ഷെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചിലവർ പറയുന്നു ഇതൊക്കെ ഇവർ ഭരിക്കുമ്പോൾ ചെയ്യാൻ തയ്യാറായിരിക്കും, നാളെ ഇലക്ഷൻ തോറ്റാൽ, അടുത്ത വർഷം ഇലക്ഷൻ തോറ്റാൽ ഈ ഒരേ സർക്കാർ വന്നിട്ട് ഇതിനൊക്കെ തടസ്സപ്പെട്ടിട്ട് ചുവന്ന കൊടി കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ചെയ്യരുത്. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ എഴുത്തിലത്തെ അവസാനത്തെ പാരഗ്രാഫ് എന്തായിരുന്നു, എല്ലാ പാർട്ടികളും ഈ കാര്യത്തിൽ ഒരേ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് ആര് ഭരിക്കുകയാണെങ്കിലും നമ്മൾക്ക് കേരളത്തിന് ഇതാണ് ആവശ്യം. ഓൺട്രപ്രനർഷിപ്പ് അത്യാവശ്യമാണ്, ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത്യാവശ്യമാണ്, വികസനം അത്യാവശ്യമാണ്. ഇത് ഞാൻ കുറേ വർഷങ്ങളെ പറയുന്നൊരു കാര്യത്തിൽ എനിക്ക് ഒരു മാറ്റവുമില്ല. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം വീണ്ടും ഇന്ന് ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും കേരളത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനൊരു കോട്ട് വെച്ചത് രാജീവന് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ വർഷം വരെ പ്രസംഗിച്ചൊരു ഫിഗറാണ്. അമേരിക്കയിലും സിംഗപ്പൂരിലും ഒരു പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ 3 ദിവസമേ ആവശ്യമുള്ളൂ. ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ആവറേജ് 114 ദിവസമാണ്, കേരളത്തിൽ സ്ഥാപിക്കാൻ 236 ദിവസമാണ്. ഇത് പറഞ്ഞ് അത് എൻ്റെ തലയിൽ കയറിക്കഴിഞ്ഞൊരു കണക്കായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞാനൊരു പ്രഭാഷണം കേട്ടു രാജീവിൻ്റെ, ഇന്ന് കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ 2 മിനിറ്റ് മതി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു, സംസാരിച്ച് കണ്ടുപിടിച്ചതാണ് ചില സിംഗിൾ വിൻഡോ ക്ലിയറൻസ് വഴിക്ക് എല്ലാ പെർമിഷൻസും എല്ലാ ലൈസൻസും ഒരു ദിവസത്തിൽ കൊടുക്കുന്ന, ഒരു 1-2 ദിവസത്തിൽ കൊടുക്കുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഹൈപ്പർബിളി അല്ലെങ്കിൽ ഇത് എക്സാജറേഷൻ അല്ലെങ്കിൽ ഇതിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്ന് എഴുതിയിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ അടിസ്ഥാനത്തിലും എല്ലാ ഫാക്ട്സിൻ്റെ അടിസ്ഥാനത്തിലും ഡോക്യുമെൻറ്റ് സൈറ്റ് ചെയ്തിട്ടും ഡേറ്റ്സും ഫിഗേഴ്സും വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരേ സമയം ഞാൻ പറഞ്ഞു ഇതിൽ എല്ലാ പാർട്ടികളും ഒരേ അഭിപ്രായത്തോടെ നിൽക്കണം. എൻ്റെ അർത്ഥം ഇതേപോലെ നമ്മൾ അടുത്ത വർഷം ഭരണത്തിൽ വന്നാൽ നമ്മൾക്കും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ആ സമയത്ത് ഇപ്പോൾ ഭരിക്കുന്നവർ നമ്മളെ എതിരിക്കരുത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്ന് പറയും. പ്രതിപക്ഷ നേതാവ് പക്ഷേ പറയുന്നത് ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് ആർട്ടിക്കിൾ വായിക്കാൻ പറയണം. ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഞാൻ എല്ലാറ്റിൻ്റെയും ആ റിപ്പോർട്ട്സ് അഥവാ ആ റിപ്പോർട്ടിൽ വല്ല കുറ്റമുണ്ടെങ്കിൽ നമ്മൾ തർക്കിക്കണം. ഞാൻ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും എല്ലാ സംസ്ഥാനത്തിൻ്റെയും ഒരു റിപ്പോർട്ടാണ്. അത് ഞാനോ ഒരു ഇന്ത്യൻ സ്ഥാപനമല്ല ഇറക്കിയിരിക്കണം. അത് ഇൻ്റർനെറ്റിൽ നിങ്ങൾ കയറിയിട്ട് നോക്കിക്കോളൂ, ഗൂഗിളിൽ എവിടെ നിന്നാണ് ഞാൻ അത് എടുത്തിരിക്കുന്നത്.
രമേശ് ചെന്നിത്തല ഇത് പരിഹസിച്ചത് 2 മിനിറ്റ് അല്ല 1 മിനിറ്റ് മതി സ്ഥാപനം പൂട്ടിപ്പോകാനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ വേറെ കാര്യം. ഈ 2 മിനിറ്റ് എനിക്ക് തോന്നി ഇത് കുറച്ചൊരു എക്സാജറേഷനാണ്. പക്ഷേ അതിൻ്റെ ഉദ്ദേശ്യമാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്. എൻ്റെ അർത്ഥം 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി ഒരേ സർക്കാർ ഓരോരോ തടസ്സങ്ങൾ മുമ്പ് കൊണ്ടുവന്നിട്ടാണ് സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിന് ഞാൻ സ്വീകരിച്ചു. നിങ്ങളുടെ പാർട്ടി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം കേരളം വ്യവസായ സൗഹൃദമല്ല എന്നുള്ള കാര്യമാണ്. പക്ഷെ അങ്ങ് അതിനെ പ്രോത്സാഹിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്. പ്രതിപക്ഷനകത്ത് പറഞ്ഞത് ഇന്നും പറഞ്ഞത് സംസ്ഥാനം വ്യവസായ സൗഹൃദമല്ല എന്നാണ്. കേരളത്തിന് നമ്മൾക്ക് എന്താ ചൂണ്ടിക്കാണിക്കാനുള്ളത്? ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും റാങ്ക് ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ നല്ലോണം പുറകെയായിരുന്നു. പെട്ടെന്ന് നമ്മൾ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കണം. അതിന് വല്ല കാരണമുണ്ടാവണ്ടേ? ഇതും നമ്മുടെ CPM സർക്കാർ ഇറക്കുന്ന റാങ്കിങ് അല്ലല്ലോ, ഇതൊരു നാഷണൽ റാങ്കിങ് ആണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കാണാത്ത ഭാവം നടിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നല്ലപോലെ ആത്മാർത്ഥത മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്.